Q Developers ഉപ്പും മുളകും. അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും എനിക്ക് കഷ്ടപ്പാടിന് ഒരു കുറവുമില്ല. കാണുന്നവർ വിചാരിക്കും ഞാൻ മാടെ വീട്ടിൽ സൂഹിക്കാൻ പോയതാണെന്ന്. ഇവിടെ വന്നു കഴിഞ്ഞാലോ പോകുന്നോടം വരെയും കിടന്ന് ജോലി. ഓ, ഇവിടെ കിടന്ന് കഷ്ടപ്പെടാനാ എൻ്റെ വിധി. അല്ലാതെ എന്താ? ആരോട് സംസാരിക്കണേ? എന്നോട് തന്നെ, അല്ലാതെ ഞാൻ ആരോട് സംസാരിക്കാനാ? ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളുടെ അപ്പൂപ്പനോടാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്നെ പരിഹസിക്കാൻ തുടങ്ങും. ഓ, അരി അടപ്പത്തിട്ടാ? ഓ, അരി അടുപ്പത്തിടുകയും ചെയ്തു, വേകുകയും ചെയ്തു. ഇതാ അരി അടച്ചു വിട്ടിട്ടുണ്ട്. ഇനി കോരി അങ്ങ് തിന്നാ മതി. എന്തോന്നമ്മ അമ്മയ്ക്ക് പറ്റിയത്? അമ്മ വയ്യെങ്കിൽ പോയി കിടക്ക്. ഓ, ഞാൻ പോയി കിടന്നിട്ട് വേണം ഞാൻ ഒന്നും ചെയ്യാതെ പോയി കിടന്നെന്ന് പരാതി പറയാൻ. ഞാൻ എപ്പോഴെങ്കിലും അങ്ങനത്തെ പരാതി പറഞ്ഞിട്ടുണ്ട് അമ്മേനോട്? ഞാനിവിടെ ഒന്നും ചെയ്യാതിരുന്നിട്ടില്ലല്ലോ. വരുന്നോ തൊട്ട് പോകുന്നോടം വരെ എനിക്കിവിടെ ജോലിയല്ലേ. എന്റെ പൊന്നെ വഴക്കൊന്ന് നിർത്ത്. എന്നിട്ട് രണ്ടു ജോലി ചെയ്യാൻ നോക്ക്. നീ ആരോട് ഞങ്ങളെ നിയന്ത്രിക്കാൻ? ആരാ നീ? നീ പെണ്ണെ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ. ഒറ്റയടിക്കാൻ കൊന്നുകളയും. നല്ല സമയത്താ വന്നേ. അമ്മ ആ ചടങ്ങ് നടത്തിയാട്ടെ. പെണ്ണെ എവിടുന്ന? ഓ, ചടങ്ങ് കാണാൻ വന്നില്ല. രണ്ട് പ്രത്യക്ഷപ്പെട്ടല്ല. അമ്മൂമ്മ അപ്പൂപ്പൻ രാവിലെ ഇവിടെ നിന്ന് പോയതാണല്ല, ഇന്ന് വരൂല്ലേ? വരും മക്കളെ. അപ്പൂപ്പനെ ജോലിക്കാർക്കൊന്നും കാശ് കൊടുത്തില്ല, കൊടുക്കാൻ പോയതാ. തന്നെയല്ല അമ്മൂമ്മ ഇല്ലാതെ അപ്പൂപ്പനെ അവിടെ നിൽക്കത്തുമില്ല. ആര് പറഞ്ഞു നിൽക്കൂലെന്ന്? സമാധാനത്തോടെ അവിടെ നിൽക്കും. എന്റെ പൊന്നെ അമ്മൂമ്മ ഇവിടെ താമസിക്കുമ്പോ അപ്പൂപ്പൻ അവിടെ ഒറ്റയ്ക്കല്ലേ? പോരാത്തതിന് അപ്പൂപ്പൻ ഞങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മൂമ്മ അവിടെ ഇല്ലെങ്കിൽ അപ്പൂപ്പന് നല്ല സ്വസ്ഥതയാണ്. ചുമ്മാതല്ല ഇവിടെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കുന്നത്. ഞാനിപ്പോ വരായേ. നാക്ക് എവിടെ പോന്നടി? ഓ, ആ ഫോണൊന്നും ഇപ്പൊ എടുത്തിട്ട് വരാം. ആ, എളുപ്പെങ്ങ് വരണം. ഓ, ഈ തേങ്ങ ഒന്ന് തിരിങ്ങിയിരുന്നെങ്കില്. അമ്മൂമ്മ, അമ്മ എന്നെ വിളിച്ചെന്ന് തോന്നണം. ഞാൻ ഇപ്പൊ വരാവേ. അവളും മുങ്ങി. പേടിക്കണം, ഞാൻ ഇപ്പൊ പോയി വിളിച്ചിട്ട് വരാം. ലച്ചുവേച്ചി, ഇപ്പൊ വിളിച്ചിട്ട് വരാം. അവളും പോയതാ കേട്ടാ. ആ, അവള് പോയെങ്കിൽ പോട്ടെ. മോനെ നീ ഒരു അമ്മൂമ്മ തേങ്ങ അവിടെ പൊട്ടിച്ചു വെച്ചിരിക്കുന്നില്ലേ? എവിടെ ഇരിപ്പുണ്ട്? അത് അമ്മൂമ്മയുടെ ഈ ജോലിയെല്ലാം കഴിഞ്ഞ് സാവധാനത്തില് അതെല്ലാം എടുത്ത് തിരികെ മതി. അല്ലാതെ ഞാൻ എടുത്ത് തിരികെയല്ലേ, എനിക്ക് കഴിക്കാൻ പോലും അത് തേക്കൂല്ലോ. അവിടെ ഇറക്കാം. വാചകം അടിച്ചോണ്ട് നിൽക്കാതെ. ഒരു ജോലിയും ചെയ്യത്തില്ല, ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കത്തുമില്ല. ഒന്ന് മുന്നോട്ട് വാചകം അടിക്കുന്നു. നേരത്തെ എത്തിയോ? ആ, സമയത്തിന് ബസ് കിട്ടി, അതുകൊണ്ട് നേരത്തെ എത്തി. എല്ലാം കഴിച്ചായിരുന്നു വെച്ചാ? ആ, 2 കരിക്കിട്ട് വിളിച്ചു. ഞാൻ ചെല്ലുമ്പോഴാ തേങ്ങാ വീട്ടുകാരൻ കുമാരൻ അവിടെ ഉണ്ടായിരുന്നു. പണിക്കാർക്ക് കാശൊക്കെ കൊടുത്താ? പിന്നെ അതിനല്ലടി പോയേ, കൊടുക്കാതെ പോരുവോ? ഇതിനകത്ത് എന്തോന്നു? ഇതിനകത്ത് വളമൊന്നും ഇടാത്ത നല്ല ഒന്നാന്തരം നാടൻ കൊല. നോക്കട്ടെ, എടുക്കാം നമുക്ക്. അയ്യോ, ഇത് പഴുത്തിട്ടില്ലല്ലോ. ആ, ഇത് നാളെ അല്ലേ മറ്റന്നാളത്തേക്ക് മുഴുവൻ പഴുക്കും. പക്ഷേ ഒരു ചാക്കി കെട്ടി വെക്കണം. അപ്പൂപ്പാ, ഈ 2 പഴുത്ത് പോയ ആദ്യം അങ്ങ് എടുത്ത് തിന്നേക്കല്ലേ? ആ, അതൊന്നും പാടില്ല. പഴുക്കാൻ വെച്ചിരിക്കുന്ന കൊലയിൽ 2 എടുത്താലേ അതിന്റെ ആ നിറം അങ്ങ് പോവും. സമാധാനപ്പെട്. 2 ദിവസം കഴിഞ്ഞാൽ മൊത്തം പഴുക്കും. നീ ഫുള്ളും കഴിച്ചു. ആ, നീ പോയി ഒരു ചാക്കി എടുത്തോട്ടോ. ചെല്ലേ, നല്ലൊരു ചാക്കി. ഒരു കൊല വെട്ടിയോളോ അതോ? അല്ല, പുഴക്കര നിന്ന് ഒരു നേരം മുഴുവൻ അങ്ങ് വെട്ടി. കാശ് കിട്ടിയോ? ആ, പ്രഭാകരൻ അവിടുത്തെ, അതുകൊണ്ട് കൈയോടെ കാശിങ് കിട്ടി. ഓ, അതെന്തായാലും നന്നായി. ആ, ചെട്ടിയാരെ കണ്ടായിരുന്നോ? ആ, കണ്ടു. കാശ് കിട്ടിയോ? ആ, കുറച്ചേ കിട്ടിയുള്ളൂ. കുറച്ച് കിട്ടിയോളൂ? അതെന്താ? എടി, അയാളുടെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ദേ, അടുത്ത വീട്ടിന് അയാൾക്ക് തേങ്ങ കൊടുക്കണ്ടേ കേട്ടോ. ഓ, ആലോചിക്കാം. ആ, പിന്നെ കപ്പയുടെ കാര്യം എന്തുവാ? അത് മറ്റന്നാളൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. വില പറഞ്ഞാണോ കച്ചവടം ഉറപ്പിച്ചത്? എന്നെ ചോദ്യം ചെയ്താൽ പൊടി. ഓ, കാര്യമായിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഉടനെ അങ്ങ് ദേഷ്യപ്പെട്ടേച്ചാ മതി. മതി. പിടിക്കണേ. ഇത് നമുക്ക് അതിനകത്ത് ഇറക്കി വെക്കണം. പിടി അമ്മ. പിടിച്ചോ. പിടിച്ചേ. പിടിച്ചോണേ. കൊലയ്ക്കൊക്കെ നല്ല വില കിട്ടിയോ? അല്ല, മോശം വിലയാ കിട്ടിയേ. ആ കനാലിന്റെ തീർത്ത് നിന്ന വാഴ അവിടെ നിൽപ്പുണ്ടോ? അയ്യോ, അതെ, ആ ചോനടത്തക്കാരോ ഒന്ന് വെട്ടിക്കൊണ്ട് പോയല്ലോ. കാറ്റത്ത് മഴയത്ത് അത് ഒടിഞ്ഞു വീണോന്ന് ഞാൻ ചോദിച്ചത്. ഉടനെ കൊണ്ട് കളിയാക്കുന്നു ചോനറത്തലക്കാര്. പോ നീ പോ. ഇനി ഇത് ഇനി അകത്ത് കൊണ്ടുപോയി വെക്കണം. എലിശല്യൊന്നും ഇല്ലാത്തടത്ത് വേണം വെക്കാൻ. ഇവിടെ എലിശല്യൊന്നും ഇല്ല അപ്പൂപ്പ, പക്ഷെ ഒരു പെരിച്ചാഴിയുടെ ശല്യമുണ്ട്. പെരിച്ചാഴിയില്ലേ, അതിന്റെ ശല്യമുണ്ട്. പെരിച്ചാഴിയാ? എവിടെ പെരിച്ചാഴി? ഞാൻ പെരിച്ചാഴി മേടിക്കുവേ. അവന്റെ തല വെച്ച് കൊടുക്കാം. അവന്റെ തല വെച്ച് കൊടുക്കുക.
പിടിച്ചോ. ഓ, ഹൈ. ഓ, ഹൈ. ഓ, ഹൈ. ഓ, ഹൈ. ഓ, ഹൈ. താഴെ ഇടല്ലേ ഇല്ല. കേശു കേശുവേ എന്താ അപ്പൂപ്പ? വന്നേ. എന്ത്? നിങ്ങൾ എന്തോടൊക്കെ വരുന്നു? ചുമ്മാ ഇരിക്കുവായിരുന്നു അപ്പൂപ്പ. അയ്യോ ചുമ്മാ ആയിരിക്കുന്ന നേരത്തെ പഠിച്ചുകൂടെ? അതൊക്കെ എങ്ങനെ പഠിച്ചോളാം. അപ്പൊ ഇവിടെ എന്തിനാ അപ്പൂ പിടിച്ചേ? നിങ്ങൾ പോയി അവളെയും വിളിച്ചോണ്ടോ. ആ വാടി. അപ്പൂപ്പ അപ്പൂപ്പ 2 ദിവസം കണ്ടല്ലേ പോളൂ. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല മോളെ. എന്നാ ഞാൻ പറയാം, നിങ്ങൾ 2 ദിവസം കണ്ടു പോയാൽ മതി. നമുക്ക് ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല, അങ്ങനെ തന്നെ ഉള്ളൂ. അപ്പൂപ്പ ആ പോയി വിളിക്കുന്നു. എന്തിനാ വിളിച്ചേ? എന്തിനാ വിളിച്ചതെന്ന്? അയ്യ എന്നെ ആരും വിളിച്ചു? പിള്ളേര് പറഞ്ഞല്ലോ നിങ്ങൾ എന്നെ വിളിക്കുന്നെന്ന്. ഞാനേ എന്റെ മോളെയാ വിളിച്ചത്, നീലുവിനെ. അയ്യോ അപ്പൂപ്പ സോറി ട്ടാ. അവളെന്ന് പറഞ്ഞപ്പോ ഞാൻ ഉദ്ദേശിച്ച അമ്മൂമ്മയായിരിക്കും, അതുകൊണ്ടാ സോറി. ആ അപ്പൂപ്പ ഞാൻ അമ്മ വരുന്നു. അമ്മേ അപ്പൂപ്പ ശരിക്കും പറഞ്ഞ വിളിച്ച അമ്മൂമ്മയല്ല അമ്മയാ. എന്താച്ചാ? ബാലിനെന്ന് വരും. നാളെ മറ്റന്നാളെ വരും, വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഞാൻ ആ കപ്പയെല്ലാം കൊടുക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് വിടാൻ നേരത്തെ അവനോട് കൂടി വരാൻ പറ. ആ പറയാം. ആ പിന്നെ ഇന്നോ 5000 ഉള്ളോ? അല്ല 50,000 ഉണ്ട്. ഓ എന്നാ അവള് എന്തിനാച്ചാ? എന്തിനാ ഏതിനാന്നൊക്കെ നീ തന്നെ അങ്ങ് തീരുമാനിച്ചു. ആദ്യം കാശ് പിടിക്കും. ആവശ്യം. ആ പിന്നെ കപ്പ മൊത്തത്തിൽ കൊടുക്കുമ്പോൾ ഞാൻ പറയാം, അതിന് വില എത്രയാണെന്ന് ഞാൻ പിന്നെ വിളിച്ച് പറയാം. അച്ഛൻ്റെ വേറെ കാശുണ്ടോ? ഓ ഉണ്ട് ഉണ്ട് ഉണ്ട്. വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് ചോനറത്തല വരെ ഒന്ന് പോകാൻ. അവിടെ പോകണമെങ്കിൽ കുറഞ്ഞത് ഒരു 5000 രൂപയെങ്കിലും കൈ വേണം. അപ്പൂപ്പ എന്താ നോക്കി പേടിപ്പിക്കാന്നോ? എടി, അപ്പൂപ്പ എന്താ പറയുക? ഒന്നുമില്ല. നീ കാര്യം പറയടാ. അപ്പൂപ്പ ആ ഈയിടെയായിട്ടേ 2-3 ദിവസം നമ്മുടെ പിള്ളേർക്ക് ചെറിയൊരു ആഗ്രഹം. ഏത് പിള്ളേർക്ക്? നമ്മുടെ ശിവയ്ക്കും ചേച്ചി ലച്ചു ചേച്ചി നിനക്ക് പിള്ളേരാണോ? ആഗ്രഹം എന്താ ആ, പറ. പറയട്ടെ? ബിരിയാണി കഴിക്കണം. ആ അത് ശരി. അതിപ്പോ ഞാനിപ്പോ എന്താ വേണം? അല്ല ബിരിയാണി കഴിക്കാൻ പൈസ തന്നായിരുന്നെങ്കിൽ ഒരു 3 ബിരിയാണി മേടിക്കുമ്പോൾ കാശ് തന്നാ മതി. അത് മതിയോ? ശരി, 3 ബിരിയാണി വാങ്ങിക്കാൻ നിനക്ക് കാശ് വേണം അല്ലേ? മതിയോ? മതി അപ്പൂപ്പ. താങ്ക് യു. യു ആർ വെൽക്കം. എനിക്കും വേണം ബിരിയാണി. വേണോ? ആ ആ നീ തന്നെ പോയി വാങ്ങിച്ച് കഴിക്കും. ഒരെണ്ണം മതിയോ? വാങ്ങിച്ചു തരില്ലല്ലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? 1 മതിയോ 2 മതിയോ എന്നൊക്കെ. എന്താ മോനെ, ഒരു 5-6 ബിരിയാണി വാങ്ങിച്ചോ. ഞാനും എൻ്റെ മോളും ഉണ്ട്, ഞങ്ങൾക്ക് 2 പേർക്കും കൊണ്ട് 1 ബിരിയാണി മതി. ഒരു ബിരിയാണി മതി. ആ 1 മതി. അമ്മയ്ക്ക് കൊടുക്കൂ. അതല്ലേ പറഞ്ഞ ഞങ്ങൾക്ക് 2 പേർക്കും കൊണ്ട് 1 മതിയെന്ന്. തന്നെ തകയൊന്ന് സംശയം അല്ലേ മോനെ? നിനക്ക് അമ്മൂമ്മേ അമ്മൂമ്മ എന്താടാ? ഞങ്ങളെ ജംഗ്ഷനിൽ പോയി ബിരിയാണി മേടിച്ചിട്ടുണ്ടാ. ഓ നിങ്ങൾ എവിടെയെങ്കിലും പോ. അമ്മൂമ്മ അമ്മൂമ്മക്ക് ബിരിയാണി വേണ്ട? നിങ്ങൾ ബിരിയാണി വാങ്ങോ വാങ്ങാതിരിക്കോ എന്ത് വേണേലും ചെയ്തോ. എന്നോട് എന്തിനാ അഭിപ്രായം ചോദിക്കുന്നത്? അമ്മയ്ക്ക് വേണ്ടേ അമ്മ ബിരിയാണി? ഞാൻ നിങ്ങൾ കഴിക്കുമ്പോൾ അതിൽ നിന്ന് ഇത്തിരി എടുത്ത് കഴിച്ചോളാം. ചേച്ചി കൊടുക്കണേ. അമ്മ അതിനെക്കാലം ഭേദം ഒരെണ്ണം എക്സ്ട്രാ മേടിച്ചാൽ പോരെ? അതാകുമ്പോൾ അമ്മയ്ക്ക് ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ. ചേച്ചി അതിന്റെ കാര്യമൊന്നുമില്ല, അമ്മൂമ്മക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്ക് വേണ്ടെന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞേ? എന്നാ പിന്നെ അമ്മയ്ക്കൂടെ വേണ്ടി ബിരിയാണി വാങ്ങിച്ചോ. എനിക്ക് ബിരിയാണി വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? ഇതെന്തോ നമ്മ എന്റെ അമ്മൂമ്മ അമ്മൂമ്മക്ക് വേണോ വേണ്ടയോ? എൻ്റെ മോളെ അമ്മൂമ്മയൊന്നും വ്യക്തമായിട്ട് അങ്ങോട്ട് പറയത്തില്ല. നമ്മളെല്ലാം അറിഞ്ഞ് ചെയ്തോണം. ആവശ്യത്തിന് ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ, കുറ്റവും പറയും. ഞാൻ എന്ത് കാര്യത്തിനാ കുറ്റം പറഞ്ഞിട്ടുള്ളേ? അമ്മ എന്തിനാ ഇങ്ങനെ ചൂടാവണം? എന്തിനാ? എൻ്റെ മോളെ അവിടെ കയ്യിലോട്ട് ഇപ്പോൾ ഒരു 10,000 രൂപ വെച്ച് കൊടുത്തോണ്ടല്ലോ, അവിടെ ദേഷ്യമൊക്കെ അങ്ങ് പമ്പ കിടക്കും. മാറോ 10,000 രൂപ എന്നാ? 10,000 രൂപ ഞാൻ രൂപ കാണാതെ കിടക്കുക. എൻ്റെ ഈ കയ്യില് ലക്ഷങ്ങൾ വന്നു പോയിട്ടുള്ളതാ. ലക്ഷങ്ങള്. മോളെ എവളോട് ചോദിക്കാതെ നിനക്ക് ഞാൻ കാശ് തന്നില്ലേ? അതിന്റെ കറുവായത്. കൊള്ളാലോ അമ്മ. എനിക്ക് ആരോടും ഒരു കെറുവൊന്നുമില്ല. നിങ്ങൾ അച്ഛനായി മോളായി നിങ്ങളുടെ പാടായി. ഓ അപ്പൊ ഈ പറഞ്ഞതിന് എന്തോ കയറില്ലേ? എനിക്ക് ആരുടെ കാശിലൊന്നും കണ്ടില്ല. ഞാനേ ഇഷ്ടംപോലെ കാശ് കണ്ടു വളർന്നതാ. ഒരിക്കലേ എൻ്റെ അപ്പൂപ്പനില്ലേ വള്ളത്തെ പോയിട്ട് വന്നപ്പോൾ അപ്പൂപ്പൻ്റെ നോട്ടങ്ങ് നനഞ്ഞു. അപ്പൂപ്പന് എന്ത് ചെയ്തെന്നറിയോ? വീട്ടിൽ വന്ന് ഒരു പായ എടുത്ത് മുറ്റത്തങ്ങ് വിരിച്ചു. എന്നിട്ട് ഈ നോട്ടെല്ലാം ആ പായ വെച്ച് ഉണക്കിയെടുത്തു. അങ്ങനെ നോട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അപ്പൂപ്പനെ നാട്ടുകാർ വിളിക്കുന്നത് എന്താണെന്നറിയോ? 100 കൃഷ്ണപിള്ളയെന്ന്. എന്താ നിങ്ങൾക്ക് അങ്ങ് പുച്ഛമായി പോയോ? അമ്മൂമ്മേ അമ്മൂമ്മയുടെ കഥയൊക്കെ അവിടെ നിൽക്കട്ട്. നമ്മുടെ ജംഗ്ഷനിൽ നല്ല ഉഗ്രം ഫുഡ് കോർട്ടാണ്.
അവിടുത്തെ ബിരിയാണി എന്ത് ടേസ്റ്റ് ആണെന്നറിയാവാ? നെയ്യൊക്കെ അങ്ങോട്ട് ഇട്ട് എന്നിട്ട് ഉഗ്രൻ ചിക്കൻ പീസൊക്കെ അങ്ങോട്ട് അരിഞ്ഞിട്ട് പറഞ്ഞു കൊതിപ്പിക്കാതെ പോയി വാങ്ങിച്ചോണ്ട് വാടാ ബാലചന്ദ്രൻ നമ്പിയുടെ മോനെ. എന്താടാ നിൽക്കുന്ന? പോയി വാങ്ങിച്ചോണ്ട് വരാൻ. മേടിച്ചോണ്ട് വരാം. ആ ചെല്ല്. ആ നീ എണീറ്റായിരുന്നോ? അമ്മയോടെ പോയി കിടന്നോ അമ്മേ? ഞാൻ ഇനി എന്തിനാ കിടക്കുന്നത്? ആ റെസ്റ്റ് എടുക്ക്, അവിടെ വെളുപ്പിനെ എണീക്കണല്ലേ. ഓ 7-8 മണി വരെ കിടക്കുന്നു എനിക്ക് ഇഷ്ടമല്ലടി കൊച്ചേ. എവിടെ ആയാലും വെളുപ്പിനെ എണീക്കണം. പിന്നെന്തിനാ ഇനി പോയി കിടക്കുന്നത്? അവൻ വരത്തില്ലടി കൊച്ചേ. ഓ ബാലുവിന്റെ കാര്യമല്ലേ, പറയാൻ പറ്റില്ല, ചിലപ്പോൾ വരുമായിരിക്കും. അവിടെ ചെന്നപ്പോൾ ഇനി ഇങ്ങോട്ട് വരാൻ ഭയങ്കര മടിയാ. അവനിവിടെ ഇല്ലാത്തത് കൊണ്ട് വീട് ഉറങ്ങിയതുപോലെയാ. അവനിവിടെ ഉണ്ടെങ്കിൽ ചിരിയും കളിയും ബഹളവും എന്തൊരു വെപ്രാളമായിരുന്നു. ഓ അമ്മയ്ക്ക് മരുമോനെ കാണാണ്ടിരിക്കാൻ പറ്റണില്ല അല്ലേ? ഒരു കാര്യം ചെയ്യ്, ഫോൺ എടുത്ത് വിളിക്ക്, വരാൻ പറ. പിന്നെ ഞാൻ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടുക്കണ പട്ടിയ വാങ്ങുന്നു. ഓടി വെച്ചേ. എന്തോ നീ പറയണത്? അത് പ്രയോഗം പറഞ്ഞതാടി വെച്ചേ. വല്ലാത്തൊരു പ്രയോഗമാണത്. അമ്മേ പറ്റി രാവിലെ എഴുന്നേറ്റ് വന്നല്ലോ രണ്ടും കൂടെ. എല്ലാ ദിവസവും രാവിലെ എണീക്കാമെന്ന് വിചാരിച്ചു. അതൊരു നല്ല കാര്യമാണ്. പിള്ളേരെ വെളുപ്പിനെ എണീക്കണം. ഇങ്ങനെ വെളുപ്പിനെ എണ്ണീറ്റ് പഠിച്ചാലേ അത് ജീവിതകാലം മുഴുവൻ ശീലമായിക്കോളും. ഇത് കഴുകാനല്ല. ഹലോ, എവിടെ പോണു? എവിടെ പോണു? മനസ്സിലായി, കാ പഴുത്താൻ നോക്കാൻ വേണ്ടി പോവല്ലേ? അല്ല അമ്മ എല്ലാം ഒന്ന് പാകമായെന്ന് നോക്കണ്ടേ? എടാ ഇന്ന് പഴുക്കില്ല, നാളെ പഴുക്കുള്ളൂ, അച്ഛൻ പറഞ്ഞില്ലേ. എന്റെ അമ്മ എല്ലാം കൂടെ ഒറ്റയടിക്ക് പഴുത്തു കഴിഞ്ഞാൽ കഴിച്ചെടുക്കാൻ പാടല്ലേ? എന്റെ പൊന്നോ, ഒറ്റടിക്ക് കഴിച്ചെടുക്കാൻ പറ്റാത്തൊരു മോൻ. ഇടാ ഇപ്പം എടുത്തത് കൊള്ളത്തില്ല, ഭയങ്കര കട്ടിയായിരിക്കും. അതിന് മധുരവും കുറവാണ്. നാളെ ആകുമ്പോൾ നന്നായിട്ട് പഴുക്കും. നല്ല മധുരവും കാണും, രുചിയും കാണും. നാളെ മറ്റന്നാളായിട്ട് കഴിച്ച് തീർക്കാടെ വെച്ചേ. അല്ല കഴിക്കാനൊന്നുമല്ല, പിന്നെ ചുമ്മാ നോക്കാൻ. ആ ചുമ്മാ നോക്കണ്ട, പോ. അല്ല നോക്കിക്കോട്ടാ. പോലെ പറഞ്ഞ എന്നോട്. വാടാ പോവാം, ഇത് നിന്ന് ശരിയാവില്ല. വാ. ഈ ചെറുക്കൻ ആരുടെ കൊതിയാണോ എന്തോ, എനിക്കറിയില്ല എൻ്റെ പൊന്നെ. എല്ലാ കാര്യത്തിനും ഇവനെങ്ങനെയാണോ ഡി? മോനെ കേശു, കേശു എന്താ പൂവാ? വന്നടാ മോനെ. എന്ത് വിളിച്ചേ? ആ മോനെ ആ പത്രം എടുത്തോണ്ടേ. ഓക്കെ പൂവാ. പതുക്കെ ഓടടാ, വീഴും വീഴും. എന്നാ പൂവാ? ആ കുഞ്ഞത്തി എന്തിയടാ? അവള് റൂമിലുണ്ട്. അല്ല എപ്പോഴും നിന്റെ വാലായിട്ട് കാണുന്നതാണല്ലോ. അവൾ അങ്ങനെ പൂവാ, എപ്പോ നോക്കിയാലും എന്റെ പുറകെ കാണും. ഞാൻ പറഞ്ഞ അവൾക്ക് ഭയങ്കര കാര്യമാ. നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാവൂ. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ചായ. ആ മധുരമൊന്നും കൂടുതലില്ലല്ലോ അല്ലേ മോളെ? ഇല്ല, കുറച്ചിട്ടിട്ടുള്ളു. അപ്പൂപ്പാ അപ്പൊ ഷുഗറൊന്നും ഇല്ലല്ലോ, പിന്നെ ഇതിനെ മധുരം കുറച്ച് കുടിക്കണേ? എടാ മോനെ ഇതൊക്കെ എപ്പോ എവിടെയെങ്കിലും വരാം, അതുകൊണ്ടൊരു മുൻകരുതൽ എടുക്കുന്നതല്ലേ. ആ മോളെ അമ്മ എന്തി? അമ്മ മുറിയിലുണ്ട്. ഒന്ന് വിളിച്ച്. മാ ബോ. ഓ എന്തിനാടാ പതുക്കെ വിളിക്ക്. ഓ ഈ പിള്ളേരുടെ നോട്ടം കണ്ടില്ലേ? എലിക്കുഞ്ഞുങ്ങൾ ഓടുന്നല്ലേ ഓടുന്നേ. എന്താടി വിളിച്ചേ? ഞാനല്ല, അച്ഛനെ വിളിച്ചത്. എന്തേ? നിന്റെ ഈ തിരുമോന്തയൊന്ന് കാണാൻ വിളിച്ചത്. ഓ ഇവിടെ നീങ്ങിയതടി. നിങ്ങളെന്താ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? നൂറുകൃഷ്ണപിള്ളയുടെ കൊച്ചുമോക്ക് എന്ത് പറ്റി? എന്ത്? അല്ല നൂറുകൃഷ്ണപിള്ളയുടെ കൊച്ചുമോക്ക് ഇത് എന്ത് പറ്റിയെന്ന്. നിങ്ങൾ എന്താ ഈ പറയുന്നേ? നിനക്ക് എന്ന് തുടങ്ങിയടി ഈ പരിപാടി? ഏത് പരിപാടി? എടി ആ കൊള്ളാം കൊള്ളാം, നിന്റെ അഭിനയം നന്നാവുന്നുണ്ട് കേട്ടോ. ഇതേ മനുഷ്യ തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി നിനക്ക് കാശ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോയി. കാശോ? ഏത് കാശ്? ആ നന്നായിരിക്കുന്നു. എന്താച്ചാ എന്ത് പറ്റി? ഓ ഒന്നുമില്ല മോളെ. ഓ ഇപ്പൊ മനസ്സിലായി. കയ്യിലിരിക്കുന്ന കാശെടുത്തേ അവിടെ ഇവിടെയൊക്കെ ചെലവാക്കിയിട്ടേ ഇപ്പൊ കൂട്ടി നോക്കിയപ്പോ കണക്ക് ശരിയാവുന്നില്ല അല്ലേ? ദേ എന്നെ ഒരുമാതിരി കള്ളിയാക്കിക്കരുത് കേട്ടോ. ഞാൻ ആരുടെ 5 പൈസ പോലും മോഷ്ടിച്ചെടുത്തിട്ടില്ല. അവന് നീ കാശെടുത്തെന്ന് ആര് പറഞ്ഞു? പിന്നെ ഇതുവരെ പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? ഭവാനിയേ. ആ ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. നിങ്ങളുടെ കയ്യിലിരുന്ന കാശെടുത്ത് ഞാൻ എണ്ണി നോക്കിയെന്നുള്ള സത്യ. നിങ്ങളുടെ കയ്യിൽ എത്ര കാശുണ്ടെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ലേ? തന്നെയല്ല അത് ഞാൻ പണ്ടും ചെയ്തിട്ടുള്ളതല്ലേ. പല പ്രാവശ്യം നിങ്ങളുടെ പൈസ എടുത്ത് എണ്ണി നോക്കിയിട്ടുണ്ട്. പിന്നെ തിരിച്ചു വെച്ചപ്പം നിങ്ങൾ വെച്ച പോലെ ആയിരിക്കത്തില്ല, ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിക്കാണും. അതിന് എന്നെ എന്തിനാ സംശയിക്കുന്നത്? എനിക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. ഓ അത്ര അറിഞ്ഞാൽ മതിയായിരുന്നോ? കാശ് കണ്ടാൽ നിനക്ക് എണ്ണി നോക്കണം അല്ലേ?
ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതല്ലേ. അതെ അതെ 100 കൃഷ്ണ കൊണ്ടാണ് കൊച്ചുമോളല്ലേ, അപ്പം അങ്ങനൊക്കെ തന്നെ ചെയ്യണം. ആ എടുത്ത പോലെ തിരിച്ചു വെച്ചില്ല. ഇനി ഞാൻ കള്ളിയൊന്നും അല്ല. കള്ളിയാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. കാശി ആളിപ്പോ ഒന്ന് തൊട്ടും തലടിയൊക്കെ നോക്കണം അല്ലേ? ഇത് എന്തുവാടി നിന്റെ അച്ഛന്? ശരിയല്ലേ പറഞ്ഞത്? ആ നീ അച്ഛന് സപ്പോർട്ട് നിൽക്കുകയാണോ? കാശല്ലോ വേണം. ഇപ്പൊ എനിക്ക് പൈസയൊന്നും വേണ്ട. ഓ അല്ലെങ്കിലും ഭർത്താക്കന്മാരുടെ പാക്കറ്റിൽ കൈയിടുന്നത് ചിലവർക്ക് ഇഷ്ടമല്ല. ഭാര്യമാരെ ഇടുന്നെന്നുള്ള വിചാരം അവർക്കും ഇല്ല. അങ്ങനെയാ ഇപ്പൊ കാര്യങ്ങളൊക്കെ. ഞാൻ പോവുക, എനിക്കിതൊന്നും കേൾക്കണ്ട. ചെല്ലുവോളെ ചെല്ല്, എന്തെടുക്കുന്നു പോയി നോക്കാം. പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ ശ്രീധനങ്ങൾ ശ്രീധനങ്ങൾ ശ്രീധനങ്ങൾ. എന്തടി നീ ഫ്രണ്ട് വഴി ഇറങ്ങി ഇവിടെ എത്തിയില്ലേ? ഇനി ഞാൻ ഇവിടുത്തെ മരങ്ങളും ചെടികളും എല്ലാം ഇങ്ങനെ നോക്കി വരുമായിരുന്നു. നീ വർക്കേരിയയുടെ ഏത് ചെടിയുടെ വെച്ച് പിടിപ്പിച്ചേക്കണേ? വർക്കേരിയയിലെ ചെടിയാ? ആ ശരിയാണല്ലോ അല്ലേ. വർക്കേരിയയിൽ വാഴമരത്തിന്റെ കായകളുണ്ടല്ലോ അല്ലേ? കേശു ഇപ്പൊ അതിൽ തൊട്ടാ അമ്മ നിന്റെ കൈ വിട്ടും. അതുകൊണ്ട് നീ വാ. എടി നീ വന്നു പോയി പൊയ്ക്കോ, ഞാൻ അതുവഴി കറങ്ങി വരാം. ഞാൻ പോയിക്കോളാം, പക്ഷെ നീ സൂക്ഷിച്ചു, എനിക്ക് അത്രേ പറയാനുള്ളൂ. ചെല്ലു. ഓ ഞാൻ പോയിക്കോളാം. ഞാൻ വരാം. പോ. ഓ എന്താണ് ഒളിഞ്ഞു നോക്കണേ? ചേച്ചി ഒളിഞ്ഞു നോക്കണേ? അല്ല നീ ഒളിഞ്ഞു നോക്കിയത് കൊണ്ടാണല്ലോ എന്നെ കണ്ടത്. ചേച്ചി ഒളിഞ്ഞു നോക്കണ എന്നെ കണ്ടത്. നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്താ ചേച്ചിയുടെ മനസ്സിലിരിപ്പ്? നിനക്ക് ആ പഴം വേണോ അല്ലേ? എടാ അമ്മ പറഞ്ഞാൽ നിന്നെ കൈ വെട്ടും. എന്ത്? അമ്മ ചെക്കനെ വർക്കേരി കിടന്ന് കറങ്ങുക, അവനാ പഴം വേണോന്ന്. എടാ കേശു, നിനക്ക് എന്താണ് കേശു ഇത്? നീ ഭക്ഷണം കാണാത്ത വീട്ടിലെ കുട്ടികളെ പോലെ പെരുമാറണ എന്താ? കഷ്ടം. പോടപ്പുറത്തേക്ക്. നീ പരിസരത്ത് എന്നെ കണ്ടുവരുത്. എന്നെ ഇനി പരിസരത്ത് കാണൂല. പക്ഷേ എനിക്ക് നാളെ കൊല എടുക്കുമല്ലോ, 25 വേഗം തരണം. 25 അത് മൊത്തം നീ എടുത്തോ. 25 പഴോ? ഇതെന്താടാ ഇത്? ഇപ്പൊ മിക്കവാറും വർഷം കഴിച്ചാവുമേ. എന്നാ കളിക്കില്ലേ? എന്തോന്നാ പിള്ളേരെ ബഹളം വെക്കുന്നേ? എന്റെ അമ്മൂമ്മ അവനാ വർക്കേരിയിൽ പഴുക്കാൻ വെച്ചാൽ പഴൂലേ, അത് വേണോന്ന്. ഇപ്പൊ വേണോന്നോ? എടാ ഇറക്കാതെ പഴുക്കട്ടെ. നാളെ ആണെങ്കിൽ അത് എടുക്കായിരുന്നു. പഴുക്കുന്നതിന് മുമ്പ് വേണം. എന്റെ അമ്മൂമ്മ നോക്കാൻ നൈസായിട്ട് പോയി നോക്കില്ല, ചിലപ്പോ അത് പഴുത്ത് കാണും. പഴുത്ത് വേണം. പോട്ടെ, അവൻ കൊച്ചല്ലേ, അതുകൊണ്ട് പറഞ്ഞല്ലേ. എന്നാലും ഇങ്ങനെ ഉണ്ടാ കൊച്ചല്ലേ? കൊതിയനാമ്മ അവൻ. സഹായിക്കണോ? വേണ്ടല്ലേ? നീ സഹായിക്കണ്ട, നീ പൊയ്ക്കോ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. ചുമ്മാ വെച്ചിട്ടു. അമ്മ എന്ത്? ഇങ്ങോട്ട് വന്നേ. എന്താണ്? ഇവിടെ വന്ന്. എന്ത് കാര്യം പറ. അമ്മ വല്ലതും ഉണ്ടാ കഴിക്കാൻ? ഇല്ല, ആവണേ ഉള്ളൂ. നീ ഇപ്പൊ ബിസ്ക്കറ്റും ചായയൊക്കെ കഴിച്ചല്ലേ? മക്കൾക്ക് വിശക്കുന്നാടാ? എന്ത് ചെയ്യാ അമ്മൂമ്മേ, വിശപ്പ് നമ്മുടെ കൂടപ്പുറപ്പായി പോയില്ലേ മനുഷ്യന്മാരുടെ. അയ്യോ അമ്മൂമ്മ ഇന്നും ദോശ തന്നെ? അല്ലടി മോളെ, ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ചട്ടി. ഓ ശാപമോക്ഷം കിട്ടിട്ട്. ഞാൻ അപ്പൂമ്മ. എന്താ മോനെ? അപ്പൂപ്പാ എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. ഇന്നത്തെ ഫുഡ് എന്താ പറയട്ടാ? ഒരു വെറൈറ്റി ഫുഡാ, ഇഡ്ഡലി. പക്ഷെ അത് റെഡിയോ 1 മണിക്കൂറെങ്കിലും എടുക്കും. പിന്നെ ആര് പറഞ്ഞു 1 മണിക്കൂർ ഇടിക്കുമെന്ന്? നമുക്കൊന്ന് ഊഹിക്കാലോ അമ്മേ. അങ്ങനെ ഊഹിക്കണ്ട. നിനക്ക് വിശക്കുന്നു. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നമ്മൾ പഴുക്കാൻ വെച്ച കൊലയില്ലേ, അത് പോയി എടുത്തോളൂ. മുഴുവൻ പടുത്തു കാണും. ചെല്ലടാ അമ്മേ പോടുത്തുണ്ടോ? ഓടർക്കാ എന്നെ കൊണ്ടോ യാതൊന്നും പൊക്കെ. ചേച്ചി വാ നമുക്ക് എടുത്തോണ്ട് വരാം. നീ വേണമെങ്കിൽ നീ പോയി എടുക്ക്. അമ്മൂമ്മേ അയ്യോ എനിക്ക് എന്നെ മുട്ട് വയ്യടാ മക്കളെ. മുട്ട് വയ്യാന്നേ. ഒരു കൊലയൊക്കെ തന്നെ പൊക്കമുള്ള അത്ര ഹണിയൊക്കെ എനിക്കുണ്ട് കേട്ടാ. കണ്ടില്ലേ? അവന്റെ കൂടെ ഞാൻ പോയില്ലെങ്കിലേ അവൻ ചിലപ്പോ എന്നോട് പിണങ്ങും. എന്തൊരു സ്നേഹം. എന്ത് പറഞ്ഞാലും ചേട്ടൻ പുറകെ അങ്ങ് വെച്ച് പിടിച്ചോളും. അസൂയല്ലേ നിനക്ക്? ആ പിന്നെ എനിക്ക് ഭയങ്കര അസൂയാണല്ലോ. എന്ത്? നോക്കമ്മേ. അയ്യോടാ അപ്പൂപ്പ നോക്ക്, ഞാൻ ഒറ്റ പഴം പോലും ഇല്ല. ഇത് കാണാൻ മാത്രമേ ഉള്ളല്ലോ. ഇത് ആര് തിന്നു? അയ്യോ 4 ഞുണക്ക പഴം വെച്ചിട്ട് ബാക്കി എല്ലാം തിന്നു തീർത്താ? സത്യം പറയുന്നത് ആരാ കഴിച്ചേ? കൂടുതൽ അഭിനയിക്കല്ലേട്ടാ. 2 ദിവസം കൊണ്ട് പഴുത്ത് വന്ന പഴം മൊത്തം നീ എടുത്ത് കഴിച്ചല്ലേ? എടാ എന്നാലും നീ ചതി കാണിക്കണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരെണ്ണം പോലും കഴിച്ചിട്ടില്ല. സത്യം. മിണ്ടായിരേടാ. എന്റെ അമ്മേ, ഞാൻ ഒരെണ്ണം പോലും കഴിച്ചിട്ടില്ല. ഇല്ല പൂപ്പ, സത്യം പറഞ്ഞ ആരൊക്കെയത് കഴിച്ചേ? എന്തായാലും ഞാൻ ഇതുമായിട്ട് ഒന്നും പോലും കഴിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കഴിക്കട്ടെ. അമ്മ ഇപ്പം വർക്ക് ഏരിയയിൽ ഒളിച്ചിരിക്കണം ഞാൻ കണ്ടതാ. ഞാനും കണ്ടതാ.
ഞാൻ വിളിച്ചതേ ഉള്ളൂ, ഒന്നും കിട്ടിയില്ല എനിക്ക്. ദേ നമ്മുടെ പറമ്പിലുണ്ടായതാ, ഞാൻ ഒരെണ്ണം കഴിക്കട്ടെ. അത്ര കൊള്ളത്തില്ലല്ലോ. എനിക്കുണ്ട്. ഡേ, ഡേ, എനിക്ക് ഒറ്റപ്പായം പോലും കിട്ടിയിട്ടില്ല. പോട കള്ള, ഉള്ള പോയവൻ പോയാ. കള്ളം പറയണ്ട. നീ ഇതിൽ പകുതി നീ തന്നെ ആയിരിക്കും കഴിച്ചു കൊടുത്തിട്ടുള്ളത്. അമ്മയാണ്, അമ്മൂമ്മയാണ്, അപ്പൂപ്പനാണ്. അതുകൊണ്ട് എന്റെ നേരിട്ട് കഴിക്കുന്ന അച്ഛനാണ്. ഞാൻ ഒറ്റപ്പായം പോലും കഴിച്ചിട്ടില്ല, ഒറ്റ കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞ ആർക്കെ കഴിച്ചേ? സത്യം പറഞ്ഞോ അപ്പൂപ്പ, പറയാൻ പറ, ആർക്കെ കഴിച്ചേ? ചോദിച്ചാ ശരിയല്ലേ? ആരാ കഴിച്ചേ? ഞാൻ കഴിച്ചോട്ടോ. എനിക്കിഷ്ടമല്ല. ഞാൻ സത്യം പറയട്ടെ, പറ. ഒരു കൊലപ്പഴം ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 3/4 ഭാഗം തന്നെ എടുത്ത് കഴിക്കും. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഞാൻ കുറച്ച് പഴം എടുത്ത് കഴിച്ച്. കുറച്ചങ്ങനത്തെ എത്ര എണ്ണം? കുറച്ചെന്ന് വെച്ചാൽ ഒരു 5 or 10. 5 ആണോ 10 ആണോ? 10 ആയിരിക്കും ചിലപ്പോ. ഞാനൊരു 12 എടുത്ത് കഴിച്ചു. ഞാനും ഏകദേശം എത്രയൊക്കെ കഴിച്ചു. പക്ഷെ കുറച്ചൊക്കെ ഞാൻ അപ്പൂപ്പന് കൊടുത്തു. എപ്പോ? ആ കൊടുത്തു. തന്നില്ലേ അപ്പൂപ്പ? ഞാൻ അധികം ഒന്നും കഴിച്ചില്ലടാ മോനെ. ഞാൻ 2 ദിവസമായിട്ട് ഒരു 15 പഴം കഴിച്ചു. അമ്മ സത്യമായിട്ട് എനിക്ക് ഒറ്റ കിട്ടിയിട്ടില്ല കേട്ടാ. ഇതിപ്പോ പണി കേശുവിന്. സാലടാ, നീ ആ തണ്ണ് ഒറ്റയ്ക്കങ്ങ് കഴിച്ചോ. നമുക്ക് ഇനി വേറെ കിട്ടൂല്ലോ. കേട്ടോ.